മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ഉഹദിൻ്റെ താഴ്വരയിലാണ് നമ്മുടെ ഈത്താറ സംഘം എത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ഉഹദിൻ്റെ താഴ്വരയിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ വിഷമങ്ങളുണ്ടാക്കിയ, ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം സ്വഹാബികൾ ഷഹീദായി മരണപ്പെട്ടു പോയൊരു യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. റസൂലുള്ളാഹി തങ്ങൾ ഉഹദ് യുദ്ധത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. 50 സ്വഹാബത്തിനെ ഈ മലയുടെ മുകളിൽ നിങ്ങൾ കയറി നിൽക്കണം, എന്ത് സംഭവിച്ചാലും ഇറങ്ങി വരരുത് എന്ന് പറഞ്ഞ് അള്ളാഹിൻ്റെ റസൂല് കയറ്റി നിർത്തിയ ജബലുർ റുമാത്ത് എന്ന് പറയുന്ന മലയാണ് ഈ കാണുന്നത്. നേരെ ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു മല 6000 അടി ഉയരത്തിലുള്ള ഏകദേശം 7 കിലോമീറ്ററോളം നീളത്തിലുള്ള ഒരു മലയാണ് ഉഹദ് മല. ഉഹദ് എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ഉഹദിനെയും സ്നേഹിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരിക്കലും 3 ആളുകൾ, നബിതങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളും ഈ മലയുടെ മുകളിൽ നിൽക്കുന്ന സമയത്ത് മലയൊന്ന് വിറച്ചു. അപ്പോൾ മലയോട് പറഞ്ഞു, ഉഹദേ അടങ്ങ്. നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ കൂട്ടുകാരനോട് സംസാരിക്കുന്നത് ഒന്ന് അടങ്ങി നിൽക്കുക എന്ന് പറയുന്നത് പോലെ, ഉഹദേ നീ ഒന്ന് അടങ്ങ്. നിൻ്റെ മുകളിൽ ഒരു പ്രവാചകനും ഒരു നബിയും അതേപോലെ തന്നെ 2 ശുഹദാക്കളും നിൻ്റെ മുകളിലുണ്ട് എന്ന് അവിടുത്തെ മുഅ്ജിസത്തിൻ്റെ നാവ് കൊണ്ട് 2 ആളും ശുഹദാക്കളായി മരിക്കേണ്ടവരാണ് എന്നുള്ള ഒരു വലിയ സൂചനയും മുൻകൂട്ടി റസൂലുള്ളാഹി തങ്ങൾ പ്രവചിച്ച വളരെ മഹത്വമേറിയ ഒരു മലയാണ് ഉഹദ് മല. ധാരാളം ചരിത്ര സംഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഏകദേശം 70ഓളം സ്വഹാബത്താണ് ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി ലോകത്തോട് യാത്ര പറഞ്ഞത്. അതിൽ നമുക്കറിയാം മഹാനായ ഹബീബായ തങ്ങളുടെ പിതൃവനായ ഹംസ റളിയല്ലാഹു അൻഹു. ചരിത്രങ്ങളൊക്കെ നമുക്കെല്ലാം അറിയുന്നതാണ്. വളരെ വികൃതമായ രൂപത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭൗതിക ശരീരം ശത്രുക്കളാക്കി അവിടുത്തെ കരള് ഹിന്ദെന്ന സ്ത്രീ ചവച്ച് കടിച്ചു തുപ്പി ഈ രൂപത്തിലൊക്കെ വികൃതമാക്കി അവസാനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു ശരീരം ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് ആ ശരീരം നോക്കിയിട്ട് പൊട്ടി റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞ അത്ര പിന്നീട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞിട്ടില്ല എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പം അത്രത്തോളം റസൂലുള്ളാഹി തങ്ങൾക്ക് വിഷമമുണ്ടാക്കിയ ഒരു മണ്ണിലാണ് നമ്മളുള്ളത്. റസൂലുള്ളാഹി തങ്ങളുടെ മുൻപല്ല് പൊട്ടുകയും റസൂലുള്ളാഹി തങ്ങളുടെ തോളിന് വെട്ടേൽക്കുകയും നബി തങ്ങൾ നെറ്റിക്ക് മുറിവേൽക്കുകയും ഒക്കെ ചെയ്ത റസൂലുള്ളാഹി തങ്ങളും ധാരാളം വേദനകൾ സഹിച്ച ഒരു യുദ്ധമായിരുന്നു ഉഹദ്. ആ ഒരു ചരിത്ര പ്രസിദ്ധമായ ഉഹദ് താഴ്വരയിലാണ് നമ്മുടെ സംഘം ഇന്ന് എത്തിയിട്ടുള്ളത്. അല്ലാഹു തആല ഉഹദിലെ ശുഹദാക്കളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെയും അല്ലാഹു തആല പുറത്തു തരട്ടെ. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ മറമാടിയ സ്ഥലമാണ് ഈ കാണുന്നത്. ബാക്കി സ്വഹാബത്തിന് അവിടുത്തെ കെട്ടിലുമാണ് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു തആല ഈ മഹാന്മാരുടെ ശുഹദാക്കളുടെ ദറജകൾ ഉയർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.